അപ്പോഴേ ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് തേങ്ങ അരച്ച് ഒരു കൂട്ടുകറിയാണ്. ഇപ്പം തേങ്ങ അരച്ച് കൂട്ടുകറി എന്ന് പറഞ്ഞാൽ കുറച്ച് പച്ചക്കറികളെല്ലാം കൂടെ ചേർത്താണ് ഞാനിവിടെ കറി തയ്യാറാക്കുന്നത്. അതാണ് ഞാൻ കൂട്ടുകറി എന്ന് പറഞ്ഞത്. അപ്പോഴേ അതിന് വേണ്ടുന്ന പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോഴേ ഏത് പച്ചക്കറിയും എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വഴുതനങ്ങ, മത്തങ്ങ, ചൊരയ്ക്ക, അതിൻ്റെ കൂടെ 2 പഴുത്ത തക്കാളിക്കയും കൂടെ. അപ്പോഴേ ഇതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക്, അതായത് എരിക്ക് ആവശ്യമായ പച്ചമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് വേകാൻ ആവശ്യത്തിന് വെള്ളം, ഇത്രയും ചേർത്ത് അടുപ്പത്ത് വയ്ക്കാം. ഇതിനു വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ അരപ്പ് തയ്യാറാക്കുന്നത് കുറച്ച് തേങ്ങ, വെളുത്തുള്ളി, അതുപോലെ ജീരകം, ഒരു നുള്ളു ജീരകം, പിന്നെ 2-3 അല്ലി ചുവന്നുള്ളി, പിന്നെ അതിൻ്റെ കൂടെ കാന്താരിയോ പച്ചമുളകോ അരയ്ക്കാം എരിവിനനുസരിച്ച്. ഞാനിവിടെ ഇതിൽ അരിഞ്ഞിട്ടുകൊണ്ട് അരയ്ക്കുന്നില്ല. ഇതെല്ലാം നന്നായി ഒന്ന് അരച്ച് വെന്ത കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കൊരു വറവിടാം. വറവിനാവശ്യമായ ഉള്ളി, കടുക്, കറിവേപ്പില, വറ്റൽമുളക്, വെളിച്ചെണ്ണ, അതിൽ ഞാൻ കടുക് വറുത്ത് ഇതിൻ്റെ അകത്തിട്ടു. അപ്പോൾ ഈ കറി ഒന്ന് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. ചോറിന് പറ്റിയൊരു കറിയാണ് ഇത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി നിങ്ങളൂടെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കരുതേ. അപ്പോൾ പെട്ടെന്ന് അടുത്ത ഒരു ചെറിയ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ. എല്ലാവരും സന്തോഷമായിരിക്കുക, സേഫായിരിക്കുക. ബൈ. താങ്ക് യു.